വസ്തുനിഷ്ഠമായി പരിശോധിക്കണം. ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കേണ്ടി വന്നിട്ടുണ്ടോ, അത്തരം പരിശോധനകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയണമെങ്കിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന ധാരണ ഉണ്ടാവണം. എവിടെ യജമാനന്മാരല്ല തങ്ങളാണ് യജമാനന്മാർ എന്ന് തോന്നലുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഈ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അവർക്കൊക്കെ ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളാണ് യജമാനന്മാർ, അതിനൊരു മാറ്റമില്ല. അവരെ ചെറുതാക്കി കാണാനും അവരെ പരിഗണിക്കാതെ മറ്റു ചിലരെ പരിഗണിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതൊക്കെ പരമാബദ്ധമാണ്. അത് ഇതിൽ ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്. CPM അത് പരിഗണിക്കും, പരിശോധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ പാർട്ടിയും അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുന്നതിലൂടെ മാത്രമേ ഒരു നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പോൾ UDF നൽകിയിട്ടുള്ള ഈ വിജയത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഈ ആഹ്ലാദമൊന്നും ജനങ്ങളൊന്നും LDF എതിരായിട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയതാണ്. ഇതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. ഇവരൊന്ന് നന്നാവണം, ഒന്ന് ഗവൺമെൻറ് താഴെ ഇറങ്ങട്ടെ, പുറത്ത് നിന്നാലേ ചില കാര്യങ്ങൾ ഇവർ പഠിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന അണികളിൽ പെടുന്ന സാധാരണ ജനങ്ങൾ നൽകിയ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പാഠങ്ങൾ പഠിക്കുക, തിരുത്തേണ്ടത് തിരുത്തുക, തെറ്റുകളാണ് മനസ്സിലാക്കി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുക. അങ്ങനെ നന്നാകാൻ ശ്രമിച്ചാൽ സംശുദ്ധമായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM CPI ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനും അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ എത്രയോ ശക്തിയോടുകൂടി തിരിച്ചു വരാനും ഈ പ്രസ്ഥാനത്തിന് കഴിയും. ഇവരൊന്നും പാർട്ടി വിട്ടുപോയിട്ടില്ല. മുന്നണിക്കെതിരായിട്ടുള്ള ജനങ്ങളുമല്ല, എപ്പോഴും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ തന്നെയാണ് ഈ കൈക്രിയ ചെയ്തിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രധാനമായ കാര്യം.